ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന 4 വ്യത്യസ്ത രുചിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ഇത് 4. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ മാവ് അരച്ച് വെക്കൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്കിതിൽ ഏത് റെസിപ്പിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയവും അതുപോലെ തന്നെ പേരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പി മാത്രം എടുത്തിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്പി പഞ്ഞി പോലെ ഇരിക്കുന്ന കുട്ടിയായിട്ടുള്ളൊരു അപ്പമാണ്. അതിനായിട്ട് മിക്സി ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുക്കാത്ത പൊടിയാണ്. വറുത്ത പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 കപ്പ് ചിരവിയ തേങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1/2 കപ്പ് ചേർത്തിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ചെറിയ ചൂട് മാത്രമേ പാടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മാവ് കുറച്ച് കട്ടിയായിട്ടാണുള്ളത്. നമുക്ക് ഒരു അപ്പത്തിൻ്റെ, അതായത് വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ മിക്സി ജാറിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് അത് ഈ മാവിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ മാവ് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നമ്മളുടെ ക്ലൈമറ്റിൻ്റെ ചൂട് അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരും. എന്നാലും കുറച്ചൊരു ചൂടുള്ള ഏരിയയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കുഴിയപ്പച്ചട്ടിയിലാണ് അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഓരോ കുഴിയിലും ഒരു 3/4 ഭാഗത്തോളം മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഓയിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാത്തത്. അതല്ല കാസ്റ്റ് അയണിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി കയ്യിലില്ല എന്നാണെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലും ഇതുപോലെ ഓരോ അപ്പങ്ങളായിട്ട് ചെറിയ അപ്പങ്ങളായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഞാനിവിടെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വെച്ചിട്ടും അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു അപ്പമാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടും കഴിക്കാം. രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അപ്പമാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന നല്ല കുഞ്ഞായിട്ടുള്ള ഒരു അപ്പങ്ങളാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ഏത് കറി കൂട്ടിയിട്ട് കഴിക്കാനും ടേസ്റ്റാണ്. നമുക്ക് സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കുന്ന കറികളൊക്കെ ഇതിൻ്റെ കൂടെ മാച്ചായി പോവും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബീഫ് കറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി അടുത്ത റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ്. പല വെറൈറ്റി നീർദോശകളിൽ ഒരു വെറൈറ്റിയാണിത്. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് അരിപ്പൊടിയാണ്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചിരവിയ തേങ്ങ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ വലിയ ജീരകം, പെരിഞ്ജീരകവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ചേർക്കുന്നത് 2 കപ്പ് വെള്ളമാണ്. സാധാരണ പച്ചവെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് മാവൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കി കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. നമുക്കൊരു നീർദോശയുടെ ബാറ്ററിൻ്റെ ആ ഒരു ലൂസാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ട, കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ വന്നിട്ടുള്ളൂ. ഈ ഒരു പാകത്തിനാണ് ഈ ബാറ്റർ വേണ്ടത്. നീർദോശയുടെ ആ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലൊന്ന് ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ തവണ ദോശമാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് മാവ് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചേർത്തിട്ടുള്ള റവയൊക്കെ ഒന്ന് അടിയിൽ ഊരി വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മാവ് നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള പാനിൽ വേണം ദോശമാവ് ഒഴിക്കാൻ.
ഇതുപോലെ നീർദോശയുടെ അതേപോലെ തന്നെ ഒഴിച്ചെടുക്കുക. എന്നിട്ട് ഒരു അര മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അര മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ മിനിറ്റൊക്കെ ആവുന്ന സമയത്തേക്ക് ഇതുപോലെ ചട്ടിയിൽ നിന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ക്രിസ്പി ആയിട്ട് ദോശ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് വേണമെങ്കിലും ഇതുപോലെ തന്നെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ തവണ മാവ് ഒഴിക്കുന്നതിന് മുമ്പും പാന് നന്നായിട്ട് ചൂടാക്കണം. എന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് ഒഴിക്കുക. നമ്മളിതിലേക്ക് റവ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ദോശ വേണമെങ്കിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നല്ല ചൂടോട് കൂടി കഴിക്കാനും വേണ്ടി നോക്കണം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ചട്നിയുടെ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മളുടെ അടുത്ത റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു ബട്ടർ പത്തിരിയാണ്. കുബൂസിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന പത്തിരിയാണിത്. നമുക്ക് ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ ഈസി ബട്ടർ പത്തിരി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 250 ml കപ്പിൽ തന്നെ 1.5 കപ്പ് മൈദപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എടുക്കുന്ന അതേ സെയിം അളവിൽ തന്നെയാണ് മൈദയും എടുക്കേണ്ടത്. അപ്പോൾ 1.5 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആദ്യം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുഴക്കുന്നത് പാൽ വെച്ചിട്ടാണ്. നമുക്ക് പാലിന് പകരം സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടും കുഴച്ചെടുക്കാം. പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനിയിപ്പോൾ പാൽ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പച്ചവെള്ളം വെച്ചിട്ടും കുഴച്ചെടുത്താലും മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് പാൽ കുറേശ്ശെ ചേർത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ബട്ടർ പത്തിരി ഉണ്ടാക്കി വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് നമ്മൾ ചപ്പാത്തിയും പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പത്തിരിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ഉരുള എന്ന ചപ്പാത്തിയുടെ അത്ര തന്നെ മാവ് എടുക്കണ്ട. ഈ ഒരു അളവിലാണ് ഉരുളകളാക്കിയിട്ടുള്ളത്. ഇനി ഓരോ ഉരുളയും മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഒരുപാട് വട്ടത്തിൽ ചപ്പാത്തിയുടെ അത്ര തന്നെ വട്ടം ആവശ്യമില്ല. നമുക്ക് പത്തിരിനേക്കാളും കുറച്ചുകൂടി അല്ലെങ്കിൽ പത്തിരിയുടെ അത്ര തന്നെ വട്ടം മതി. ആ ഒരു അളവിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വട്ടത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ച് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് പരത്തി വെച്ചതിന് ശേഷമാണ് ബട്ടർ പത്തിരി ചുട്ടെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓരോ പത്തിരിയും പരത്തിയ ഉടനെ ചുട്ടെടുക്കാനും പറ്റും. ഞാനിപ്പോൾ മുഴുവനായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ചുട്ടെടുക്കുക. അതിനുശേഷം നമുക്കിതിന് മുകളിലേക്ക് ബട്ടർ തേച്ച് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബട്ടർ പത്തിരി എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലും ബട്ടർ തേച്ച് കൊടുക്കണം. ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പത്തിരിക്ക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് ചുട്ടെടുത്താൽ ഇത് ചുട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെക്കുക. മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചുട്ടെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യണം. ചൂടോട് കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. രണ്ട് സൈഡിലും ബട്ടർ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പത്തിരികളൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പത്തിരിയാണ്. നമുക്ക് രാത്രിയിലൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നമുക്ക് ചിക്കൻ കറി ബീഫ് കറിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ചിക്കൻ കുറുമ അതുപോലെ ബീഫ് കുറുമ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഒരു വെള്ളപ്പാണ്. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നൊരു വെള്ളപ്പാണ്. ഇത് നമ്മൾ അരിയൊന്നും കുതിർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കുറവില്ലാത്തൊരു വെള്ളപ്പാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് മിക്സി ജാറിലേക്ക് ആദ്യം 3/4 കപ്പ് ചിരുവിയ തേങ്ങ ഇടുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ 1/4 കപ്പ് ചോറാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിപ്പോൾ വറുത്തതാണ്, വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ രാവിലെ അരി അരച്ചിട്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുള്ളത്. അതല്ല നമുക്ക് രാത്രി മാവ് അരച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മാത്രം ഈസ്റ്റ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ചൂട് കൂടി പോവണ്ട, ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. തേങ്ങയും ചോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ ഏകദേശം ഒരു കറക്റ്റായിട്ടുള്ളൊരു അളവായിരിക്കും. പിന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ ഒരു വ്യത്യാസത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയൊരു മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി ജാറിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സാധാരണ നമുക്ക് അപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ എണീറ്റ ഉടനെ നമുക്ക് മാവ് അരച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴേക്കും മാവ് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പണിയൊന്നുമില്ല, നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നേരത്തെ തന്നെ ചേർത്തതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് അപ്പച്ചട്ടി ചൂടാവുമ്പോൾ ഓരോ തവി മാവ് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഹോൾസൊക്കെ വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കാം. സാധാരണ നമ്മൾ അപ്പം ചുടുന്നത് പോലെ തന്നെയാണ്. അടച്ചു വെച്ചിട്ട് ഒരു 1 മിനിറ്റ് 1-1.5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ടാവും. അരികൊക്കെ നന്നായിട്ട് മുരിയിച്ചിട്ട് എടുക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി സമയം വെച്ചാൽ അരികൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കളറൊക്കെ മാറി തുടങ്ങും. ആ സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ചുട്ടെടുക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ അരി കുതിർത്ത് അരക്കൊന്നുമില്ല. ഇതേപോലെ അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുള്ളൂ. അരിപ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് ടേസ്റ്റിലൊന്നും ഒരു കുറവില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട പാൽക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ തോന്നുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്കിതിൽ ഏത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.